എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്, അതായത് ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന 9th ചാപ്റ്ററാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോണത്. അപ്പോൾ ഈ ഗുണനക്രിയ എന്ന ഈ പാർട്ടിൽ നമുക്ക് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഈ ബീജഗണിതം അല്ലെങ്കിൽ പോളിനോമിയൽ അല്ലെങ്കിൽ ഇക്വേഷൻ അല്ല പഠിപ്പിക്കുന്നത്, നേരിട്ട് ഒരു പ്രോബ്ലമാണ് ചെയ്യിക്കണത്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ അതിൻ്റെ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടാണ് പിന്നെ പ്രോബ്ലത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഇതാണ്: എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി. ആദ്യം എക്സിനെ എന്തുകൊണ്ട് ഗുണിക്കുക? ഈ എക്സ് കൊണ്ട് ഗുണിക്കുക. അത് കഴിഞ്ഞ് ഈ എക്സിനെ ബി കൊണ്ട് ഗുണിക്കുക. പിന്നെ എയിനെ എക്സ് കൊണ്ട് ഗുണിക്കുക, എ ബി കൊണ്ടും ഗുണിക്കുക. ഇങ്ങനെയല്ല ഈ ബ്രാക്കറ്റ് നമ്മൾ എഴുതാം. ഏത് ബ്രാക്കറ്റ് കിട്ടിയാലും എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു ടേമിനെ മറ്റേ ബ്രാക്കറ്റിലെ എല്ലാ ടേംസ് കൊണ്ടും ഗുണിക്കുക. 2 ടേം ആണെങ്കിൽ 2 ടേംസ്, 3 എണ്ണം ആണെങ്കിൽ 3 എണ്ണം. ഇനി അടുത്തതിനെ എടുത്തിട്ട് വീണ്ടും അടുത്ത ബ്രാക്കറ്റിലോ എല്ലാ ടേംസിൻ്റെ കൂടെയും ഗുണിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം എക്സിനെ ഈ ബ്രാക്കറ്റിലെ ആൾക്കാരോട് ഗുണിക്കുക. അപ്പോൾ എക്സിനെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ എക്സ് സ്ക്വയർ, എക്സിനെ ബി കൊണ്ട് ഗുണിക്കുമ്പോൾ ബി എക്സ്. അടുത്തത് എയിനെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ എ എക്സ്, എയിനെ ബി കൊണ്ട് ഗുണിക്കുമ്പോൾ എ ബി. ഇത്രയും വരെ ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ ഇട്ടു. ഈ 2 ടേംസ് നോക്കിയേ. ഈ 2 ടേംസിലും കോമൺ ആയിട്ടൊരു ആളുണ്ട്. ആരാത്? എക്സ് ആണ് അല്ലേ? കോമൺ ആയിട്ടുള്ളത് എക്സ് ആണ്. അപ്പോൾ എക്സിനെ നമുക്ക് ഇവിടെ പുറത്തെടുത്തിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആരെഴുതാം? ബി പ്ലസ് എ എന്ന് എഴുതാം അല്ലേ? ഇങ്ങനെ എഴുതാലോ. എക്സ് ഇൻറ്റു ബി, അതാണ് ബി എക്സ്. എക്സ് ഇൻറ്റു എ, അതാണ് എ എക്സ്. അപ്പോൾ ഈ 2 ടേംസിനെ നമ്മളിങ്ങനെ ഒരൊറ്റ ഇതാക്കി എഴുതി, പ്ലസ് എ ബി. അപ്പോൾ ഇതാണ് ആ ഫസ്റ്റത്തെ ഇക്വേഷൻ പഠിക്കാനുള്ളത്. എന്താണ്? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ബി പ്ലസ് എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി തന്നെ, പ്ലസ് എ ബി. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇത് നോക്കുക. ഇതിൽ എക്സും ഇവിടെയും ബ്രാക്കറ്റിൽ ആദ്യം എടുക്കുന്നത് എന്താ? എക്സ് ആണ്. എയും ബിയും മാത്രമാണ് വ്യത്യാസമായിട്ട് ഉള്ളത്. രണ്ടും ആദ്യം എടുക്കുന്നത് എക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എക്സ് സ്ക്വയർ ആണ്. പിന്നെ എന്താ ചെയ്തേ? പിന്നെ ഇവിടെ വ്യത്യാസമായിട്ടുള്ള നമ്പേഴ്സ് 2 എണ്ണം എയും ബിയും കൂടി ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് ആഡ് ചെയ്ത സമ്മിൻ്റെ കൂടെ ആ തുകയുടെ കൂടെ എക്സ് ഇൻറ്റു ചെയ്തു. ഇനി എന്താ ലാസ്റ്റത്തെ? എയും ബിയും കൂടി ഗുണിക്കുക. മനസ്സിലായില്ല? ഫസ്റ്റ് തന്നെ എക്സും എക്സും കൂടി ഗുണിച്ചു, എക്സ് സ്ക്വയർ. പിന്നത്തെ എന്താ? എയും ബിയും കൂടി തുക കണ്ടു, എ പ്ലസ് ബി. അതിൻ്റെ കൂടെ എന്ത് ഇൻറ്റു ചെയ്തു? എക്സ് ഇൻറ്റു ചെയ്തു. പിന്നെ ലാസ്റ്റ് ടേം എന്താ? എയും ബിയും കൂടി ഗുണിച്ചതിൻ്റെ ഗുണന ഫലം, അതാണ് എ ബി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? ഇപ്പോൾ ടെക്സ്റ്റിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് 38 ഇൻറ്റു 32 എന്നൊരു പ്രോബ്ലം. അപ്പോൾ 38 ഇൻറ്റു 32വിനെ നമ്മളെങ്ങനെ എഴുതണം? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന ഫോമിൽ എഴുതണം. അപ്പോൾ 2 സ്ഥലത്തും എന്താണ് വന്നിരിക്കുന്നത്? എക്സ് ആണ്. അപ്പോൾ ഇവിടെ 30 + 8 ആണ് 38 അല്ലേ? 30 + 2 ആണ് 32. അപ്പോൾ എക്സ് പ്ലസ് എക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 30 + 8 എന്ന് എഴുതാം. എക്സ് പ്ലസ് ബിക്ക് പകരം എന്ത് എഴുതാം? 30 + 2 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 30, എയുടെ സ്ഥാനത്ത് 8, എക്സിൻ്റെ സ്ഥാനത്ത് 30, ബിയുടെ സ്ഥാനത്ത് 2. ഇത് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എക്സ് 30 സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി. ഇവിടെ എ ഏതാ? 8, ബി 2 ആണ്. അപ്പോൾ 8 + 2 10 ആണ്. 10 ഇൻറ്റു എക്സ്, ഇവിടുത്തെ എക്സ് ഏതാ? 30 അല്ലേ? ഇവിടെ നമ്മൾ 30 ആണ് എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. പ്ലസ് എ ബി. എ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി, 8 ഇൻറ്റു 2 ഈക്വൽ ടു 16. ഇത് ചെയ്യാൻ എളുപ്പമല്ലേ? 30 ഇൻറ്റു 30 നമുക്കറിയാം. 3 ഇൻറ്റു 3 എത്രയാ? 9. അപ്പോൾ 30 ഇൻറ്റു 30 എത്രയാ? 2 0 ആഡ് ചെയ്യുക. അപ്പോൾ 900. മനസ്സിലായല്ലോ? 30 ഇൻറ്റു 30, 3 ഇൻറ്റു 3 9 ആവുമ്പോൾ പിന്നെ 2 30യുടെയും 2 zeros ആഡ് ചെയ്തു. പ്ലസ്
30 ഇൻറ്റു 10 എത്രയാ? 30 ഇൻറ്റു 10 ഏതൊരു നമ്പറിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. പ്ലസ് 16. ഇതെങ്ങനെ എഴുതാം? 900 പ്ലസ് 300 എന്താ? 1200. പിന്നെ പ്ലസ് 16 1216, അതായത് 1216, 1216. 900 പ്ലസ് 300 1200, 1200 പ്ലസ് 16 1216. ഇങ്ങനെയാണ് കണക്ക് ചെയ്യുക. അടുത്ത ഒരു കണക്കും കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത എക്സസൈസിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി ഒരു 24 ഇൻറ്റു 25 എടുത്തു. ഇതെങ്ങനെ ചെയ്യാം? 24നെ എങ്ങനെ എഴുതാം? 20 പ്ലസ് 4 എന്ന് എഴുതാം അല്ലേ? 25നെ എങ്ങനെ എഴുതാം? 20 പ്ലസ് 5 എന്ന് എഴുതാം. 20 ഇൻറ്റു 20 എത്രയാ? അതായത് ഇവിടെ എക്സിന് പകരം 20, എക്ക് പകരം 4, ബിക്ക് പകരം 5. അപ്പോൾ എക്സ് സ്ക്വയർ ആദ്യം തന്നെ എന്ത് ചെയ്യണം? 20 സ്ക്വയർ കാണണം. 20 സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എന്ത് ചെയ്യണം? 4 പ്ലസ് 5 എത്രയാ? 9 ഇൻറ്റു എക്സ് എത്രയാ? 20 പ്ലസ് 5 ഇൻറ്റു 4, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണനാണ് കാണേണ്ടത്, 20. അപ്പോൾ 20 ഇൻറ്റു 20 നമുക്കറിയാം എത്രയാ? 2 ഇൻറ്റു 2 4. അപ്പോൾ 20 ഇൻറ്റു 20 എത്രയാ? 400 പ്ലസ് 9 ഇൻറ്റു 20 180 പ്ലസ് 20 എത്രയാ? 180ഉം 20ഉം 200. 200 പ്ലസ് 400 600. കണ്ട, അത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റി. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടത്തെയും നമ്പർ ഒരേപോലെ ആയിരിക്കണം. ആദ്യം തന്നെ ഈ രണ്ട് നമ്പേഴ്സ്, ഈ നമ്പറിൻ്റെ സ്ക്വയർ കാണുക. അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യുക? ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ ഈ എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു നമ്പറും ഇൻറ്റു ചെയ്യുക. ലാസ്റ്റത്തെ ഇതെന്താണ്? ഈ രണ്ട് നമ്പർ തമ്മിലുള്ള ഗുണനഫലം, അല്ലെങ്കിൽ ഈ രണ്ട് നമ്പറിൻ്റെയും പ്രൊഡക്റ്റ്. ഇത്രയും ചെയ്തിട്ട് ഇതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. ക്വസ്റ്റ്യൻ ഇതാണ്: ചുവടെയുള്ള ഓരോ കൂട്ടത്തിലെയും ഗുണനങ്ങൾ മനക്കണക്കായി ചെയ്യുക. ഓരോ കൂട്ടത്തിൽ നിന്നും കിട്ടുന്ന പൊതുതത്വം ബീജഗണിത സമവാക്യമായി എഴുതുക. ഇവിടെ 43 ഇൻറ്റു 47, അടുത്തത് 63 ഇൻറ്റു 67, ഇവിടെ 103 ഇൻറ്റു 107. ഇതാണ് ഒരു ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പ് എന്താ? 51 ഇൻറ്റു 52, 81 ഇൻറ്റു 82, 301 ഇൻറ്റു 302. അപ്പോൾ ഇതിലൊക്കെ കോമൺ ആയിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഇതിനെ 43നെ എഴുതുമ്പോൾ 40 പ്ലസ് 3, 47നെ 40 പ്ലസ് 7, 63നെ എഴുതുമ്പോൾ 60 പ്ലസ് 3, 67നെ 60 പ്ലസ് 7, 103നെ 100 പ്ലസ് 3, 107നെ 100 പ്ലസ് 7. അപ്പോൾ ലാസ്റ്റ് വരുന്ന, അതായത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബിയിലെ എയും ബിയും ഈ മൂന്നെണ്ണത്തിലെ ഏതാണ്? എയും ബിയും കോമൺ ആണ്, 3ഉം 7ഉം ആണ് വരുന്നത് അല്ലേ? ഈ മൂന്ന് കണക്കിലും എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് എഴുതുമ്പോൾ എ ബി എന്ന ഈ സ്ഥാനത്ത് വരുന്ന രണ്ട് നമ്പറുകൾ 3ഉം 7ഉം ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് 3 കണക്ക് ചെയ്തിട്ട് അതിൻ്റെ ബീജഗണിത രൂപം എഴുതാം. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 43 ഇൻറ്റു 47, പേജ് നമ്പർ 190 ആണ്. 190 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 43 ഇൻറ്റു 47 എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ നമുക്ക് 43നെ എങ്ങനെ എഴുതാം? 40 പ്ലസ് 3. 47 എങ്ങനെ എഴുതാം? 40 പ്ലസ് 7. ഇനി എന്ത് ചെയ്യണം? ആദ്യം തന്നെ 40യുടെ സ്ക്വയർ എഴുതണം അല്ലേ? 40 സ്ക്വയർ. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ഈ നമ്പേഴ്സിനെ കൂട്ടണം, ആഡ് ചെയ്തിട്ട് അതിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 40 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതായത് 3നെയും 7നെയും കൂട്ടി എത്രയാ? 10. 10 ഇൻറ്റു 40 പ്ലസ് എന്താ? 23. 7 ഇൻറ്റു 3 എത്രയാ? 21. അപ്പോൾ എത്ര കിട്ടി? 40 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻറ്റു 4 16,
അപ്പോൾ 40 ഇൻറ്റു 40 1600 അല്ലെങ്കിൽ 1600 പ്ലസ് 40 ഇൻറ്റു 10 എത്രയാ 40 ഇൻറ്റു 10 എത്രയാ 400 പ്ലസ് എത്രയാ 21 സമം 1600 പ്ലസ് 400 എത്രയാ 2000. 2000 പ്ലസ് 21 എത്രയാ 2021. അപ്പോൾ 63 ഇൻറ്റു 67 ആണ് അടുത്ത കണക്ക്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം 60 പ്ലസ് 3 എന്ന് എഴുതാം. 67ന് 60 പ്ലസ് 7 എന്ന് എഴുതാം അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഇത് മനക്കണക്കായിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റിൽ. അപ്പോൾ മനക്കണക്കായിട്ട് എങ്ങനെ ചെയ്യും നമുക്കറിയാം. 60 ആദ്യം തന്നെ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് 60ൻ്റെ സ്ക്വയർ അല്ലേ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 60ൻ്റെ സ്ക്വയർ കാണണം. 60ൻ്റെ സ്ക്വയർ എത്രയാ 60 ഇൻറ്റു 60 6 36 36 0 0 3600. ഇനി അടുത്തത് ഏതാ കണ്ടുപിടിക്കണ്ടേ 7ഉം 3ഉം കൂടി കൂട്ടുക. 7 3ഉം 10 10 ഇൻറ്റു 60 600. അപ്പോൾ അവിടെ 3600 ഉണ്ട്. ഇപ്പോൾ ഒരു 600ഉം കൂടി ഉണ്ട്. അപ്പോൾ എത്രയായി 4200. 3600 പ്ലസ് 600 4200. ഇനി അതിൻ്റെ കൂടെ ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യേണ്ട സാധനം എന്താ 7 ഇൻറ്റു 3ൻ്റെ ഗുണനഫലം. 7 ഇൻറ്റു 3 എത്രയാണ് 21. അപ്പം 4221. മനസ്സിലായോ? അപ്പോൾ ഇതാണ് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റണത്. ഇനി നമുക്കിത് ചെയ്ത് നോക്കാം. 60 ഇൻറ്റു 60 അതായത് ഇവിടെ എക്സിന് പകരം ഇവിടെ 60 നമ്മൾ എന്ത് എഴുതി 60 സ്ക്വയറിന് എഴുതി എക്സ് സ്ക്വയർ. ഇനി എയും ബിയും ഇവിടെ എന്താ 3ഉം 7ഉം. അപ്പോൾ 10 ഇൻറ്റു 3 പ്ലസ് 7 10 ഇൻറ്റു 60. അടുത്തത് 3 ഇൻറ്റു 7 എത്രയാ 21. 7 3 21. ഇനി 60 ഇൻറ്റു 60 6 6 എത്രയാ 36. പിന്നെ എത്ര പൂജ്യം ചേർക്കണം 2 പൂജ്യം. ഇനി 60 ഇൻറ്റു 10 എത്രയാ 600 പ്ലസ് 21 എത്രയാ 36. 3600 പ്ലസ് 600 എത്രയാ 4200 പ്ലസ് 21 എത്രയാ 4221. ഇതിവിടെ ചെയ്ത് കാണിക്കണം. 3600 പ്ലസ് 600 പ്ലസ് 21. മര്യാദയ്ക്ക് എഴുതണം കറക്റ്റ്. ഒറ്റ സംഖ്യയുടെ സ്ഥാനത്ത് ഒറ്റ, 10ൻ്റെ സ്ഥാനത്ത് 10, 100ൻ്റെ സ്ഥാനത്ത് തന്നെ കറക്റ്റായിട്ട് ആ പ്ലേസിൽ തന്നെ എഴുതണം. വൺസിൻ്റെ പ്ലേസിൽ തന്നെ വൺസ് ആ ഡിജിറ്റ് ചെയ്താൽ, ടെൻസിൻ്റെ പ്ലേസിൽ ആ ഡിജിറ്റ് ചെയ്താൽ, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ ആ ഡിജിറ്റ് ചെയ്താൽ എത്ര വലിയ കുട്ടിയായാലും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യുക. 2 6 6 12 4221 കിട്ടിയില്ലോ. ഇനി നമുക്ക് അടുത്തൊരു ഇതും കൂടി ഉണ്ട് ആ ഗ്രൂപ്പിൽ ചെയ്യാനായിട്ട്. അത് 103 ഇൻറ്റു 107 ആണ്. ഇതിനെങ്ങനെ എഴുതാ പറഞ്ഞേ 103 ഇൻറ്റു 107 100 പ്ലസ് 3 അല്ലേ ഇൻറ്റു 100 പ്ലസ് 7 100 പ്ലസ് 3 ഇൻറ്റു 100 പ്ലസ് 7. എക്സിൻ്റെ സ്ഥാനത്ത് 100 അതായത് ഇവിടെ എക്സ് 100. എ എന്താ 3, ബി എന്താ 7. അപ്പോൾ എക്സ് സ്ക്വയർ എന്താ 100 സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി. എല്ലാത്തിലും ഈ ഗ്രൂപ്പിലെ എല്ലാത്തിലും എയും ബിയും എന്താ 3ഉം 7ഉം ആണ്. അപ്പോൾ എ പ്ലസ് ബി എന്താണ് 10 ആണ്. എക്സ് മാത്രമാണ് ഓരോ ഇതിലും മാറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 100 ആണ്. അപ്പോൾ 10 ഇൻറ്റു 100 പ്ലസ് എ ഇൻറ്റു ബി എന്താ 7 ഇൻറ്റു 3 21. അപ്പോൾ 100 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൂജ്യം വേണം 4 പൂജ്യം. 100 ഇൻറ്റു 100 അപ്പോൾ 10,000 പ്ലസ് 100 ഇൻറ്റു 10 100 ഇൻറ്റു 10 എത്രയാ 1000. അപ്പോൾ ഇവിടെ 10000 ആയി, ഇവിടെ എന്തായി 1000 ആയി പ്ലസ് 21. അപ്പോൾ എത്ര കിട്ടി 11021 അല്ലേ. 10000 പ്ലസ് 1000 11000 പ്ലസ് 21 എത്രയാ 11021. അതായത് 11021. ഇതാണ് ഇതിൻ്റെ ഗുണനഫലം അഥവാ ആൻസർ. ഇനി എന്താണ് നമുക്കിവിടെ എഴുതാനുള്ള ബീജഗണിതം? ഈ ഒരു സെറ്റിൻ്റെ ഫസ്റ്റത്തെ സെറ്റിൻ്റെ ഏതൊക്കെയായിരുന്നു കണക്ക് 43 ഇൻറ്റു 47ഉം 63 ഇൻറ്റു 67ഉം 103 ഇൻറ്റു 107ഉം. ഇതിൽ
എന്തിനു മാറ്റില്ല? ഇവിടുത്തെ ഈ 3യും ഈ 7ഉം ഒന്നും ഈ 3 പ്രോബ്ലത്തിലും മാറ്റില്ല. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ ഇത് മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എക്സിന് എക്സ് എന്ന് കൊടുക്കുക. പ്ലസ് ഇവിടെ 3 അല്ലേ, ഇവിടെ 43ക്ക് പകരം 40 + 3 അല്ലെങ്കിൽ 63ക്ക് പകരം 60 + 3. ഇവിടെയാണ് എക്സ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സ് എന്ന് കൊടുക്കാം. 3ക്ക് മാറ്റമൊന്നുമില്ലല്ലോ, ഇവിടെ +3 ആണ്, ഇവിടെയും +3 ആണ്, ഇവിടെയും +3 ആണ്. അടുത്തതിൽ എന്താ എക്സ് +7, ഇവിടെ 40 + 7 ആണ്, ഇവിടെ 60 + 7 ആണ്, ഇവിടെ 100 + 7 ആണ്. അപ്പോൾ ഇത് x + 3 × x + 7. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x + 3 × x + 7 x². ഇനി 3യും 7ഉം കൂടി കൂട്ടുമ്പോൾ എത്രയാ? 3 + 7 10 × x പ്ലസ് 3 × 7 എത്രയാ? 21. ഇതാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ബീജഗണിത സമവാക്യം. മനസ്സിലായല്ലോ? ഇതാണ് ഈ ഗ്രൂപ്പിൻ്റെ ഇക്വേഷൻ. x + 3 × x + 7 = x² + 10x + 21. കിട്ടിയത് എങ്ങനെ എഴുതണ്ടേന്നുള്ളത്? ഇതിൽ എയും ബിയും എന്താണ്? 3 എണ്ണത്തിലും ഒരേപോലെ തന്നെയാണ്, 3യും 7ഉം ആണ്. അപ്പോൾ അത് എയും ബിയും ആയിട്ട് എടുക്കുക. അപ്പോൾ നടുക്കത്തെ ടേം എന്താ? a + b × x അല്ലേ? ഇവിടെ എന്താ? a + b × x. അപ്പോൾ 10x. ഇനി a × b 21. ഇത് 3 എണ്ണത്തിലും അതേപോലെ തന്നെ. ഈ 3 എണ്ണത്തിലും മാറ്റമുള്ളത് എന്തിനാ? എക്സ്. ഇവിടുത്തെ എക്സ് 40, ഇവിടുത്തെ എക്സ് 60, ഇവിടുത്തെ എക്സ് 100. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പ് നോക്കാം. അടുത്ത ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം 51 × 52 ആണ്. 51നെ എങ്ങനെ എഴുതാം? 50 + 1. അപ്പോൾ ഈ ഗ്രൂപ്പിലെ കോമൺ ആയിട്ടുള്ള ആൾക്കാർ 1ഉം 2ഉം. അടുത്തത് 50 + 2. ഈ 1ഉം ഈ 2ഉം ആണ് എല്ലാ പ്രോബ്ലത്തിലും വരുന്നത്. എന്താ ചെയ്യേണ്ടത്? 50² അല്ലേ? 50². ഇതെല്ലാ പ്രാവശ്യം ഇങ്ങനെ എഴുതണമെന്നില്ല, മനക്കണക്കായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ 50² 2500 അല്ലെങ്കിൽ 2500 എന്ന് എഴുതാം. പ്ലസ് ഇനി എന്താ ചെയ്യേണ്ടത്? 1 + 2 3 × 50 എത്രയാ? 150. 50 × 3 35 15 0 150. പ്ലസ് 1 × 2 എത്രയാ? 2. അപ്പോൾ 50² എത്രയാ? 2500. 50² എങ്ങനെ? 5 × 5 25 25 പിന്നെ 2 0 ഇട്ട് കൊടുത്തു. പ്ലസ് 3 × 50 എത്രയാ? 150 പ്ലസ് 2. ഇനി ഇതെങ്ങനെ എഴുതാ? ഇവിടെ 2500 പ്ലസ് 150 എത്രയാ? 2650 പ്ലസ് 2 52. 2652 ഇസ് ദ ആൻസർ. ഇനി അടുത്ത പ്രോബ്ലം ഏതാ? അടുത്ത ഇതേ സെയിം ഗ്രൂപ്പിലെ സെക്കൻഡ് പ്രോബ്ലം 81 × 82. കണ്ട ഇവിടെ എന്തെന്നെയാണ് വന്നിരിക്കണേ? 1ഉം 2ഉം തന്നെ. അപ്പോൾ ഇതിനെ 80 + 1 എടുത്തു, അടുത്തതിനെ 80 + 2 എടുത്തു. എന്ത് ചെയ്താൽ മതി? 80² പ്ലസ് 1 + 2 എന്താ? 3 × 80. 3 × 80 പ്ലസ് 1 × 2 2. 80² എന്ന് പറഞ്ഞാൽ എത്രയാ? 8 64 2 0. ഇനി ഇത് നോക്കിയേ 80² എന്ന് പറഞ്ഞാൽ 64. 8 × 8 64 പിന്നെ 2 0. പിന്നെ 8 × 3 24 പിന്നെ ഇവിടെ ഒരു 0. അപ്പോൾ 80 × 3 240 പ്ലസ് 2 = 6400 പ്ലസ് 240 എത്രയാ? 6640 പ്ലസ് 2 6642. അടുത്ത കണക്ക് 301 × 302. എങ്ങനെ എഴുതാം? 300 + 1 × 300 + 2 അല്ലേ? അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 300, എയുടെ സ്ഥാനത്ത് 1, ബിയുടെ സ്ഥാനത്ത് 2. അപ്പോൾ ആദ്യം എന്താ? x² 300² പ്ലസ് a + b 2 + 1 3 3 × 300 a + b × x ഇവിടെ 300 പ്ലസ് എ ബി എത്രയാ? 2. അതായത് 300². 3 എത്രയാ? 3 × 3 9. ഇനി എത്ര 0 ഇടണം? 300ൻ്റെ 2 0, അടുത്ത 300ൻ്റെയും 2 0.
അപ്പോൾ ഇത് 90,000 ആയി. അടുത്തത് എത്രയാ? 3 ഇൻറ്റു 300 എത്രയാ? 900 പ്ലസ് 2 ഈക്വൽ ടു 90,902. ഇതല്ല ആൻസർ. ഇനി നമുക്ക് എന്ത് എഴുതാം? ഇതിൻ്റെ ബീജഗണിത രൂപം എഴുതാം. അപ്പോൾ ഇതിലെ പ്രോബ്ലംസ് ഒക്കെ എന്തായിരുന്നു? ഒരെണ്ണം 301 × 302 പിന്നെ ഏതൊക്കെയായിരുന്നു? 81 × 82. അടുത്തത് 51 × 52. അപ്പോൾ ഇതിലെല്ലാത്തിലും എയും ബിയും ഏതാ? 1ഉം 2 ആണ്. അപ്പോൾ എക്സ് മാത്രമാണ് മാറിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എത്രയാ? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എത്രയാ? 2 + 1 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു 2 എത്രയാ? 2. ഇതാണ് ഇതിൻ്റെ ബീജഗണിതം. ഈ ഗ്രൂപ്പിൻ്റെ ബീജഗണിത സമവാക്യം ഇക്വേഷൻ എന്താ? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്താ? എക്സ് സ്ക്വയർ പ്ലസ് എയുടെയും ബിയുടെയും സമ്മ് തുക പ്ലസ് ഇൻറ്റു എക്സ് പ്ലസ് എയുടെയും ബിയുടെയും ഗുണനഫലം പ്രൊഡക്റ്റ് എ ബി. മനസ്സിലായല്ലോ? ഇനി ഇത് നോക്കിയാൽ 80 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64. 8 × 8 64 പിന്നെ 2 0 പിന്നെ 8 × 3 24 പിന്നെ ഇവിടെ ഒരു 0. അപ്പോൾ 80 × 3 240 പ്ലസ് 2 ഈക്വൽ ടു 6,400 പ്ലസ് 240 എത്രയാ? 6,640 പ്ലസ് 2 6,642. അടുത്ത കണക്ക് 301 × 302 എങ്ങനെ എഴുതാം? 300 പ്ലസ് 1 ഇൻറ്റു 300 പ്ലസ് 2 അല്ലേ? അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 300, എയുടെ സ്ഥാനത്ത് 1, ബിയുടെ സ്ഥാനത്ത് 2. അപ്പോൾ ആദ്യം എന്താ? എക്സ് സ്ക്വയർ 300 സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി 2 + 1 3 ഇൻറ്റു 300 എ പ്ലസ് ബി ഇൻറ്റു എക്സ് ഇവിടെ 300 പ്ലസ് എ ബി എത്രയാ? 2. അതായത് 300 സ്ക്വയർ 3 എത്രയാ? 3 × 3 9. ഇനി എത്ര പൂജ്യം ഇടണം? 300ൻ്റെ 2 പൂജ്യം, അടുത്ത 300ൻ്റെയും 2 പൂജ്യം. അപ്പോൾ ഇത് 90,000 ആയി. അടുത്തത് എത്രയാ? 3 × 300 എത്രയാ? 900 പ്ലസ് 2 ഈക്വൽ ടു 90,902. ഇതല്ല ആൻസർ. ഇനി നമുക്ക് എന്ത് എഴുതാം? ഇതിൻ്റെ ബീജഗണിത രൂപം എഴുതാം. അപ്പോൾ ഇതിലെ പ്രോബ്ലംസ് ഒക്കെ എന്തായിരുന്നു? ഒരെണ്ണം 301 × 302 പിന്നെ ഏതൊക്കെയായിരുന്നു? 81 × 82. അടുത്തത് 51 × 52. അപ്പോൾ ഇതിലെല്ലാത്തിലും എയും ബിയും ഏതാ? 1ഉം 2 ആണ്. അപ്പോൾ എക്സ് മാത്രമാണ് മാറിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എത്രയാ? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എത്രയാ? 2 + 1 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു 2 എത്രയാ? 2. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബീജഗണിതം. ഈ ഗ്രൂപ്പിൻ്റെ ബീജഗണിത സമവാക്യം ഇക്വേഷൻ എന്താ? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്താ? എക്സ് സ്ക്വയർ പ്ലസ് എയുടെയും ബിയുടെയും സമ്മ് തുക പ്ലസ് ഇൻറ്റു എക്സ് പ്ലസ് എയുടെയും ബിയുടെയും ഗുണനഫലം പ്രൊഡക്റ്റ് എ ബി. മനസ്സിലായല്ലോ?